സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. എൻ ദൈവമേ നിനക്കാരാധന, അന്തരാത്മാവിൽ ഞാൻ അർപ്പിക്കുന്നു. എൻ ദൈവമേ നിനക്കാരാധന, അന്തരാത്മാവിൽ ഞാൻ അർപ്പിക്കുന്നു. എന്തെന്തു നന്മകളേകിയ നിൻ കൃപ ഓർത്തു ഞാൻ നന്ദിയോടെ, എന്തെന്തു നന്മകളേകിയ നിൻ കൃപ ഓർത്തു ഞാൻ നന്ദിയോടെ. എൻ ദൈവമേ നിനക്കാരാധന, അന്തരാത്മാവിൽ ഞാൻ അർപ്പിക്കുന്നു. ഏഴയൻ താഴ്ചയിൽ നീ ഓർത്ത നിൻ വന്ദയ്ക്കായി, ഏഴയൻ താഴ്ചയിൽ നീ ഓർത്ത നിൻ വന്ദയ്ക്കായി, സ്തോത്രമർപ്പിച്ചു നാഥാ തവ തിരുസവിധത്തിൽ തിരുവചനപ്രഭയിൽ ആരാധിക്കാം. തവ തിരുസവിധത്തിൽ തിരുവചനപ്രഭയിൽ ആരാധിക്കാം. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വചന ശുശ്രൂഷ ഞാൻ ആരംഭിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പലവിധമായിട്ടുള്ള ഉത്തരങ്ങളുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ പറയും നിങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് നിങ്ങൾ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ജോലിയാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയും. നിങ്ങൾക്ക് ലഭിച്ച മാതാപിതാക്കളാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയും. നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയും. നിങ്ങൾക്ക് ലഭിച്ച മക്കളാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയും. ഇനി ചിലരെങ്കിലും പറയും എനിക്ക് ലോട്ടറി അടിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയും. അങ്ങനെ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ നമുക്കൊരു പക്ഷേ പറയുവാനായിട്ടുണ്ടാവും. എന്നാൽ ഈ ഭാഗ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ അധ്വാനം അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപം അല്ലെങ്കിൽ നമ്മുടെ ചില ഭാഗ്യ പരീക്ഷണങ്ങൾ കൊണ്ട് ലഭിക്കുന്നതായിരിക്കുന്ന ഭാഗ്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു ഭാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥ, അങ്ങനെ ഒരു ഭാഗ്യകരമായിരിക്കുന്ന പദവിയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകമായിരിക്കുന്ന ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ വേദപുസ്തകമായിരിക്കുന്ന ബൈബിളിലെ തീത്തോസ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്
ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി രണ്ട് ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ രണ്ട് ഭാഗ്യകരമായ പദവികളെക്കുറിച്ചാണ് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഭാഗ്യം എന്ന് പറയുന്നത് നാം ഇപ്പോൾ ഇവിടെ വായിച്ചതുപോലെ തന്നെ ദൈവം തൻ്റെ കൃപയാൽ സകല മനുഷ്യർക്കും രക്ഷ ഒരുക്കിയിരിക്കുന്നു. തീത്തോസിന് ഈ ലേഖനം എഴുതുന്നത് ആരാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോസ്തലനായ പൗലോസാണ് ഈ ലേഖനം തീത്തോസിന് എഴുതുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ ലേഖനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ എഴുത്തുകളിലും പൗലോസ് ദൈവകൃപ വിട്ട് ഒരു കാര്യം പോലും പൗലോസ് പറയുന്നില്ല. അത് വളരെ വ്യക്തമായി നമുക്ക് വേദപുസ്തകത്തിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ വായിച്ചത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ് നമ്മൾ വായിച്ചത്. ഇതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യർക്കും രക്ഷ ലഭിച്ചിരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും രക്ഷ ലഭിക്കുമെന്നോ അതിനർത്ഥമില്ല. രക്ഷ ദൈവകൃപയാൽ മാത്രമാണ് ലഭിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ദൈവകൃപ? ദൈവകൃപ എന്ന വാക്കിന് അർത്ഥം, അല്ലെങ്കിൽ കൃപ എന്ന വാക്കിന് അർത്ഥം വളരെ ലളിതമായി നമുക്കിങ്ങനെ പറയാം, അർഹിക്കാത്ത ദാനം എന്നാണ് കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് രക്ഷ എന്നത് നമുക്ക് ഒരിക്കലും അർഹിക്കാത്ത ഒരു കാര്യമായിട്ട് ഇരുന്നത്? അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, മനുഷ്യർ എല്ലാവരും പാപം ചെയ്ത് നിത്യമായ ന്യായവിധിക്കും നിത്യശിക്ഷാവിധിക്കും മാത്രം അർഹരായിരുന്ന വ്യക്തികളായിരുന്നു ഞാനും നിങ്ങളും, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷയ്ക്കാവശ്യമായ സകല കാര്യവും അത് ചെയ്തു തീർക്കുവാൻ ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിച്ചത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന്. എങ്ങനെയാണ് ഈ രക്ഷാകരമായ അല്ലെങ്കിൽ അർഹിക്കാത്തതായിട്ടുള്ള ദാനം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയത്? നാം ഈ വേദഭാഗത്തിൻ്റെ തന്നെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അതായത് കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലുള്ള സകല സുഖവും വെടിഞ്ഞ് താഴ്ന്ന ലോകത്തിലേക്ക് വന്ന് 33.5 വർഷക്കാലം ഈ ലോകത്തിൽ താൻ ജീവിച്ച് 33.5 വയസ്സിൽ താൻ കാൽവറിയിലെ ക്രൂശിൽ സകല മനുഷ്യർക്കും വേണ്ടി ഏറ്റവും നീചമായ മരണം, അല്ലെങ്കിൽ സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റുകൊണ്ട് താൻ കാൽവറിയിലെ ക്രൂശിലെ പാപയാഗമായി തീർന്നു. അത് ഒരിക്കൽ സംഭവിച്ചതായിരിക്കുന്ന യാഗമാണ്. ഇനി ഒരു യാഗമോ മറ്റ് യാതൊരു വിധമായിരിക്കുന്ന പ്രവൃത്തിയോ ഈ രക്ഷയോടുകൂടെ കൂട്ടിച്ചേർക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഈ ദൈവം ചെയ്തായിരിക്കുന്ന യാഗത്തോടുകൂടെ ചെയ്തു തീർക്കുവാനായിട്ട് ആവശ്യം മനുഷ്യനില്ല. സകലവും ദൈവം ചെയ്തു തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാകരമായ ദൈവകൃപ അല്ലെങ്കിൽ അർഹിക്കാത്ത ദാനം ഇന്ന് ദൈവം ദാനമായി നമുക്ക് നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നൽകുവാനായിട്ട് ദൈവം ഒരുങ്ങിയിരിക്കുകയാണ്. എന്തൊരു ഭാഗ്യകരമായ അവസ്ഥയാണല്ലേ അത്! നമുക്ക് ഒരിക്കലും ലഭിക്കുവാൻ അർഹതയില്ലാത്ത, യോഗ്യതയില്ലാതിരുന്ന ആ രക്ഷയെ ദൈവം ഇന്ന് നമുക്ക് പൂർണ്ണ സൗജന്യമായി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരെ കർത്താവ് താൻ നടത്തുകയും അവരിലൂടെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ആത്യന്തികമായ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, തന്നെ വീണ്ടെടുത്ത, തന്നെ രക്ഷിച്ച ആ കർത്താവായ യേശുക്രിസ്തുവിനെ മുഖാമുഖം കാണുകയും തൻ്റെ മുഖം കണ്ട് തന്നെ ആരാധിക്കുന്നതായിരിക്കുന്ന ഒരു നിമിഷത്തെയും നോക്കി പാർത്ത് ജീവിക്കുന്നവരാണ് ക്രിസ്തു വിശ്വാസികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് അവരെ ഒരിക്കലും ലോകത്തിലുള്ള സുഖ സൗകര്യങ്ങളോ ലോകത്തിലുള്ളതായിരിക്കുന്ന ഭോഗങ്ങളോ അവരെ ഒരിക്കലും സ്വാധീനിക്കുന്നില്ല. മറിച്ച് അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കാണുക എന്നുള്ളത് മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തു
തന്നെ വിശ്വസിക്കുന്നവരെ ചേർത്തു കൊള്ളുവാനായിട്ട് താൻ ഇനി രണ്ടാമത് ഈ ലോകത്തിലേക്ക് വരും എന്നുള്ളൊരു വലിയ വാഗ്ദത്വവും കർത്താവ് തന്നിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്ന നാളുകളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് ഈ ലോകത്തിൽ അന്ത്യ കാലഘട്ടങ്ങളിൽ നടക്കുവാനായിട്ട് പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വളരെ അക്ഷരം പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ രണ്ടാമത്തെ വരവിന് ഇനി യാതൊരുവിധ ദൈർഘ്യവും അല്ലെങ്കിൽ താമസവും ഉണ്ടാകുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് ഈ ലോകത്തിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആളുകൾക്ക് ഈ ലോകത്തിൽ അല്പനാൾ ജീവിക്കുവാനായിട്ടുള്ളതായിരിക്കുന്ന അവസരം ദൈവം കൊടുത്തിട്ടുണ്ട്. അത് സ്വർഗത്തിലുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ് ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഈ ലോകത്തിൽ ഉള്ളത്. അത് ഏറിയാൽ 70, 80, 90 അല്ലെങ്കിൽ 100 വയസ്സ് വരെ മാത്രം ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു അവസരം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഈ ക്രിസ്തു വിശ്വാസിയിലൂടെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവരെ ദൈവം നടത്തുകയും ദൈവം അവരിലൂടെ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ച വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് സുബോധത്തോടെ ജീവിക്കുക എന്നതാണ്. സുബോധത്തോടെ ജീവിക്കുക. അതിന് ഒരു ലളിതമായിരിക്കുന്ന ഒരു വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം: സ്വയം നിയന്ത്രണത്തോടുകൂടെ ജീവിക്കുക. ഈ സ്വയം നിയന്ത്രണത്തോടുകൂടെ ജീവിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് പൂർണ്ണമായ തോതിൽ ഒരിക്കലും സാധ്യമായിരിക്കുന്ന ഒരു കാര്യമല്ല. അതിന് ദൈവകൃപ വളരെ ആവശ്യമാണ്. ഇന്ന് ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ സുബോധം നഷ്ടപ്പെട്ട് മാനസിക നിലയ്ക്ക് തകരാറുകൾ സംഭവിച്ച് പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ മദ്യം, മയക്കുമരുന്ന് പോലെയുള്ളതായിരിക്കുന്ന താൽക്കാലികമായിരിക്കുന്ന ഭോഗങ്ങളിൽ അകപ്പെട്ട് അങ്ങനെ സുബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ല, അവരുടെ ജീവിതത്തിന് ഒരു സമാധാനമില്ല, അവരുടെ ജീവിതം എങ്ങോട്ട് പോകും എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു നിശ്ചയമില്ല. അങ്ങനെ ജീവിക്കുന്ന അനേകം ആളുകളെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ നടത്തിപ്പ് ആ വ്യക്തിയിൽ പൂർണ്ണമായി ഉണ്ടാകുകയും സുബോധത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടുള്ളതായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ദൈവം ഒരുക്കിത്തരും എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു ശുദ്ധീകരണ പദ്ധതിയിൽ നമ്മളും ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെ അതിനായിട്ടുള്ള കൃപ നൽകി അനുഗ്രഹിക്കും. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് നീതിയോടെ നടക്കുക എന്നതാണ്. നീതിയോടെ നടക്കുക. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ താൻ നീതിയോടെ നടക്കുവാനായിട്ടുള്ള എല്ലാവിധ കൃപകളാലും ദൈവം താൻ തന്നെ നിറയ്ക്കുന്ന ഒരു ദൈവമാണ്. അതിനെ സംബന്ധിച്ച് വേദശാസ്ത്രികൾ പറയുന്നത് സുബോധത്തോടെ നടക്കുക എന്ന് പറയുന്നത് വ്യക്തിപരമായി സ്വയം നിയന്ത്രണത്തോടുകൂടെ നടക്കുക എന്നതാണെങ്കിൽ, നീതിയോടെ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നാം നീതിയുള്ളവരായി നീതിയോടുകൂടെ പ്രവർത്തിക്കുന്നവരായിരിക്കണമെന്നാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിന് സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപ വളരെ ആവശ്യമാണ് നീതിയോടെ പ്രവർത്തിക്കുവാനും. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ, നമ്മുടെ സഭാബന്ധങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെയുള്ള മറ്റു കുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ എല്ലാം നീതിയോടുകൂടെ സത്യസന്ധമായി കാപട്യങ്ങളില്ലാതെ
നേരോടുകൂടെ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ നീതിയോടുകൂടെ പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് ആവശ്യമായിരിക്കുന്ന കൃപ തരും. അത് എല്ലാവർക്കും അങ്ങനെ ഒരു കൃപ ലഭിക്കുമെന്ന് വേദപുസ്തകം പറയുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹവും ദൈവം അങ്ങനെയുള്ള വ്യക്തികളിലൂടെ പുറപ്പെടുവിക്കുന്ന ഒരു ഫലവുമാണ് നീതിയോടെ ഉള്ളതായിരിക്കുന്ന പ്രവർത്തനം എന്നത്. മൂന്നാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് ദൈവഭക്തിയോടുകൂടെ ജീവിക്കുക എന്നതാണ്. ദൈവഭക്തിയോടുകൂടെ ജീവിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞതിനകത്ത് സുബോധത്തോടുകൂടെ നടക്കുക എന്ന് നമ്മൾ കേട്ടു. അതായത് വ്യക്തിപരമായിരിക്കുന്ന സ്വയം നിയന്ത്രണത്തോടുകൂടെ ഉള്ളതായിരിക്കുന്ന ജീവിതം. നീതിയോടുകൂടെ നടക്കുക എന്നതാണ് നമ്മൾ രണ്ടാമത് കേട്ടത്. അതായത് നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നീതിയോടുകൂടി ആയിരിക്കണം എന്ന് നമ്മൾ കേട്ടു. മൂന്നാമത്തേത് ദൈവഭക്തിയോടുകൂടി ജീവിക്കുക. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ ആസ്വാദ്യകരമായി ദൈവം ആഗ്രഹിക്കുന്ന ദൈവപ്രസാദകരമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് ആവശ്യമായിരിക്കുന്ന കൃപ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് നൽകും. അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന മറ്റു ഒരു ഫലം എന്ന് പറയുന്നത്. മനുഷ്യന്റെ സ്വയ ആശ്രയത്തിൽ മനുഷ്യന്റെ സ്വന്തമായിരിക്കുന്ന കഴിവുകളിൽ ഒരിക്കലും സാധ്യമായിരിക്കുന്ന കാര്യമല്ല. ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞെങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാണ്. ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം നിറയുവാൻ, ജ്ഞാനമുള്ളവരായി തീരുവാൻ നമുക്കത് കാരണമായി തീരും. ഒരു പക്ഷേ നമ്മൾ ഈ കേട്ട സുബോധം, നീതി, ദൈവഭക്തി ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിലേക്ക് നമുക്ക് വന്നില്ല എന്ന് വരാം. ആ സമയത്തും ദൈവം നമ്മളെ കൈവിട്ട് കളയും എന്നൊരിക്കലും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ വായിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ ശിക്ഷിച്ചു വളർത്തുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒരു അപ്പനും മകനും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം എങ്ങനെയായിരിക്കുന്നോ അതേപോലെയാണ് ദൈവവും തൻ്റെ മക്കളായിരിക്കുന്ന നമ്മളും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം ആയിത്തീരുന്നത്. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരണമെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കണം. കർത്താവ് തന്നെ ഒരുക്കിയിരിക്കുന്ന ആ രക്ഷാകരമായ ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കണം. ദൈവത്തിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. നാലാമതായിട്ട് കർത്താവ് നമ്മുടെ മേൽ പ്രവർത്തിച്ച് നമ്മളിലൂടെ പുറപ്പെടുവിക്കുന്ന മറ്റു ഒരു ഫലവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അത് സൽപ്രവൃത്തി ചെയ്യുവാൻ നമ്മെ പരിശീലിപ്പിക്കുകയും അങ്ങനെ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി ദൈവം നമ്മെ തീർക്കുകയും ചെയ്യുന്നു എന്നതാണ് ദൈവം നമ്മിലൂടെ പുറപ്പെടുവിക്കുന്ന അടുത്ത ഒരു ഫലമെന്നത്. പൊതുവെയുള്ള മനുഷ്യരുടെ ഒരു വിശ്വാസവും ധാരണയും എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും സൽപ്രവൃത്തികൾ ചെയ്ത്, നന്മ പ്രവൃത്തികൾ ചെയ്ത്, ചില ദാനകർമ്മങ്ങൾ ചെയ്ത് മനുഷ്യർക്ക് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ ജീവിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായി തീരുമെന്നാണ് നമ്മളിൽ ചില ആളുകളെങ്കിലും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ എന്തെല്ലാം തന്നെ പ്രവർത്തിച്ചാലും ദൈവത്തിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു സൽപ്രവൃത്തിയും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നാം എന്തെല്ലാം സൽപ്രവൃത്തികൾ ചെയ്താലും നമുക്ക് സ്വർഗത്തിലേക്കുള്ളതായിരിക്കുന്ന പ്രവേശനം ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ഒരു പ്രവേശനം സാധ്യമായിരുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന് സ്വർഗത്തിലുള്ള സകല സുഖവും വെടിഞ്ഞ് ഈ താഴ്ന്ന ലോകത്തിലേക്ക് വന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നേടിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു പ്രവേശനം ദൈവം മനുഷ്യർക്കാർക്കും ഒരുക്കിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരാക്കുന്നത് എന്തിനു വേണ്ടി? അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ദൈവം തുടർമാനമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ദൈവം അവരിലൂടെ സൽപ്രവൃത്തികൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എത്രയോ വലിയ ഭാഗ്യകരമായിരിക്കുന്ന പരിപാടികളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഇനി ഒരു പ്രവൃത്തിയും ആവശ്യമില്ലാതെ വണ്ണം ദൈവം പൂർണ്ണമായി എല്ലാം ചെയ്തു തീർത്തിരിക്കുകയാണ്. ഇനി ഈ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക, അതുമാത്രമേ നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. എഫേസ്യർക്ക് ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്.
പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നാം രക്ഷിക്കപ്പെടുവാനായിട്ട് പോകുന്നുവെങ്കിൽ, അത് നമ്മുടെ യാതൊരുവിധ പ്രവൃത്തിയും കൊണ്ടല്ല, കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ വലിയ കൃപ, കർത്താവ് നമുക്ക് നൽകിയ അർഹിക്കാത്ത ദാനം, അത് നമ്മൾ സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. ചില വേദികളിൽ ചില സഭാവിഭാഗങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. 1-2 പേര് മുൻപോട്ട് വിളിച്ചിട്ട്, നിങ്ങൾക്കിന്ന് രോഗസൗഖ്യം വന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം ഇന്നു മുതൽ വസിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് എത്ര രോഗസൗഖ്യം ലഭിച്ചാലും, നാം എത്രമാത്രം സൽപ്രവൃത്തികൾ ചെയ്താലും നമുക്ക് ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒരു പ്രവേശനം സാധ്യമല്ല. നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, കർത്താവെ, അങ്ങന്ന് മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങന്ന് ആ കാൽവരിയിലെ ക്രൂശിൽ രക്തം ചിന്തിയത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിനായിട്ട് ഇന്ന് നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു സഹായിക്കട്ടെ, അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. അത്തിവൃക്ഷം തളിർത്തു, നീ വരും നാളടുത്തു. അത്തിവൃക്ഷം തളിർത്തു, നീ വരും നാളടുത്തു. എൻ മനം മോദമോടെ നിൻ തിരുസന്നിധിയിൽ സന്തതമർപ്പിപ്പു ആരാധന. നിൻ തിരുസന്നിധിയിൽ സന്തതമർപ്പിപ്പു ആരാധന. എൻ ദൈവമേ, നിനക്കാരാധന അന്തരാത്മാവിൽ ഞാൻ അർപ്പിക്കുന്നു. എൻ ദൈവമേ, നിനക്കാരാധന അന്തരാത്മാവിൽ ഞാൻ അർപ്പിക്കുന്നു. എന്തെന്തു നന്മകളേകിയ നിൻ കൃപ ഓർത്തു ഞാൻ നന്ദിയോടെ. എന്തെന്തു നന്മകളേകിയ നിൻ കൃപ ഓർത്തു ഞാൻ നന്ദിയോടെ. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ദൈവമൊരുക്കിയ രക്ഷ അത് സൗജന്യമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. യാത്രാമധ്യത്തിൽ പല ബോർഡുകൾ കാണാറുണ്ട്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. എന്നാൽ ആരും നമുക്ക് ഒന്നും ഫ്രീ ആയിട്ട് തരാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സൗജന്യമായിട്ടാണ് ദൈവം നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നത്. അത് എത്ര വലിയ ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് ലഭിച്ച ആ സൗജന്യമായിരിക്കുന്ന ആ രക്ഷ നാം നേടിയെടുത്തിട്ടുണ്ടോ, നാം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ്. ഇല്ല എങ്കിൽ ഇന്ന് തന്നെ ആ സൗജന്യമായി ലഭിക്കുന്ന രക്ഷ ഓരോരുത്തരും ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഇടയാകട്ടെ. എന്താണ് നമുക്ക് സൗജന്യമായിട്ട് നൽകുവാനുള്ള കാരണമെന്ന് പറയുന്നത്? മനുഷ്യന് ഒരിക്കലും നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് നേരുള്ളതല്ല. ദൈവസന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം യോഗ്യമായതല്ല. അതുകൊണ്ട് ദൈവം തന്നെ നമുക്ക് സൗജന്യമായിട്ട് രക്ഷ ഒരുക്കി എന്നുള്ളതാണ്. തൻ്റെ പുത്രനിലൂടെയാണ് ആ രക്ഷ ഒരുക്കിയത്. എത്രയോ ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയാണ്. ആ ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നിത്യനരകത്തിൻ്റെ ആ വേദനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അത് വലിയ ഭയാനകമാണ്, അത് തീ പൊയ്കയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിത്യമായ നരകത്തിലേക്ക് പോകാതെ നിത്യമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് ചെന്നെത്തുവാനായിട്ട് സാധിക്കും. അതിന് നാം ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. ദൈവം ദാനമായിട്ട് നൽകുകയാണ്. അത് ദാനമായിട്ട് നൽകുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിൻ്റെ
നമ്മുടെ സ്വന്തം നാഥനായി സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ വലിയ ഭാഗ്യം ആരും പാഴാക്കി കളയരുതേ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നമുക്കത് രക്ഷയ്ക്ക് കാരണമായിട്ട് തീരും. ആ ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തുവാനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളൊരു പാപികളാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് അവിടെ ഞങ്ങളെ കേൾപ്പിച്ചു ഓർത്തു സ്തോത്രം. ഈ ലോകത്ത് നേട്ടങ്ങളോ ഈ ലോകത്തെ മഹിമകളോ ഒന്നുമല്ല ഞങ്ങളെ ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥ അത് കർത്താവ് തരുന്ന ഫ്രീ ആയിട്ട് തരുന്ന രക്ഷാകര പദ്ധതിയാണ്. ആ രക്ഷ സായുധമാക്കുവാൻ, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഞങ്ങളെ ഏവരെയും അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. കർത്താവ്, ഞങ്ങൾ ബലഹീനരാണ്. അവിടത്തോട് ഞങ്ങൾ ശത്രുക്കളായിരുന്നു. കർത്താവ്, പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യരായിരുന്നു. എന്നാൽ അവിടെ ഞങ്ങളെ സ്നേഹിച്ച് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശിൽ ഞങ്ങൾക്ക് പകരക്കാരനായി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ആ കർത്താവ് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. ആ കർത്താവ് യേശുവിൽ വിശ്വസിച്ച് ആ ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക്, സ്വർഗീയമായിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുവാൻ അവിടെ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായി നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. സത്യം സത്യമാ, സത്യം സത്യം